ഇനിയും വരും കാലങ്ങളിൽ സാമ്പത്തികമായി രാജ്യത്തിന് കരുത്താകേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ഇന്ത്യക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നുള്ളതല്ല, ഇന്ത്യക്ക് ഗുണം ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ G20 പ്രഖ്യാപിച്ചിരുന്നതായ ഇന്ത്യ UAE യൂറോപ്പ് കോറിഡോർ. അത് മിഡിൽ ഈസ്റ്റിലുള്ള കോറിഡോറാണ്. അതിൽ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്നത് ഇന്ത്യക്കാണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരം, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും മറ്റ് യൂറോപ്പുമായിട്ടുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടുന്ന് നമുക്ക് സാധനങ്ങൾ അവിടത്തേക്ക് കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്പീഡിലാക്കുന്നുള്ളതാണ്. 40% വേഗതയിൽ വസ്തുക്കൾ, അതായത് ഇന്ത്യൻ പ്രോഡക്റ്റ് അവിടെ എത്തിക്കാനായിട്ട് കഴിയുന്നുള്ളത് കൊണ്ടാണ്. പിന്നെ കൂടാതെ ഇന്ത്യൻ കമ്പനികൾക്ക് UAE സെറ്റപ്പ് ചെയ്തതിനു ശേഷം, അതായത് 20ഓളം രാജ്യങ്ങളിലേക്ക് മെയ്ഡ് ഇൻ UAE എന്നുള്ള ഒരു ലേബലിൽ തന്നെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, കഴിഞ്ഞതിൽ ഉണ്ടായിരുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ഇന്ത്യയും UAE തമ്മിലുള്ളതായ എണ്ണ വ്യാപാരം ഇപ്പോൾ റുപ്പി ടേംസിലാക്കിയിട്ടുണ്ട്, രൂപയിലാണ്. ഇതും വളരെയധികം പ്രയോജനം ചെയ്യുന്നത്, ഇന്ത്യൻ രൂപയ്ക്ക് പ്രയോജനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഇക്കോണമിക്ക് പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. മുൻപോട്ട് പോകുമ്പോൾ അത് തന്നെയാണ് വരുന്നത്. കൂടാതെ UAE ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എണ്ണ റിസർവ് ചെയ്യുന്നത്, ശേഖരിക്കുന്നത്. അതും പ്രയോജനപ്പെടുന്നതാണ്. അവിടെ എണ്ണ വിലയിലുള്ളതായ മാറ്റം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നമ്മുടെ എണ്ണ വ്യാപാരത്തെ അല്ലെങ്കിൽ വിദേശ വ്യാപാരത്തെ ബാധിക്കാതിരിക്കത്തക്ക വിധത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റിലെ ഫ്ലക്ച്വേഷൻ അധികം ബാധിക്കാതിരിക്കത്തിലാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞ ഒന്ന്. മറ്റൊന്ന്, ഇന്ത്യ പുതിയ ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും UAE തമ്മിലുള്ളതായ അതായത് വിദേശ വ്യാപാരത്തിൽ തന്നെ ഇന്ത്യയുടെ UAE ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു കാറ്റഗറിയിലാണ് UAE പെടുത്തിയിരിക്കുന്നത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര ബന്ധത്തിൽ വളരെയധികം വിപുലമായ സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നതെന്ന് പറയുന്നത്. യെസ്, അതുപോലെ തന്നെ ഒരു സുപ്രധാനമായ ഒരു നേട്ടം ഇന്നുണ്ടായിട്ടുള്ളത്, പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഹ്യാനുമായി ചേർന്ന് ഇന്ന് UPI സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ UPI എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വിനിമയത്തിന് ഏറ്റവും ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഡിജിറ്റൽ തന്ത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് UAE കൂടി ഈ സർവീസ് ആരംഭിക്കുമ്പോൾ അത് പ്രവാസികൾക്ക് അതുപോലെ ഇന്ത്യക്കാർക്ക് ഒക്കെ എത്രമാത്രം ഗുണകരമാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? അത് എത്ര കരുത്തു പകരും ഈ UPI സർവീസ് എന്ന് താങ്കൾ കണക്ക് കൂട്ടുന്നു? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇന്ത്യൻ സെൻട്രൽ ബാങ്കും UAE സെൻട്രൽ ബാങ്കും തമ്മിൽ ഡിജിറ്റൽ കറൻസിക്ക് ഒരു എഗ്രിമെന്റ് നേരത്തെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ UPI സിസ്റ്റം അനുസരിച്ചിട്ട് പ്രവാസികൾക്കും അതുപോലെ തന്നെ ഇവിടുന്ന് UAE നിന്ന് ഇന്ത്യ സന്ദർശിക്കുന്നവർക്കും അവരുടെ ക്രെഡിറ്റ് കാർഡും മറ്റും ഉപയോഗിക്കുന്നതിനുള്ള പ്രയോജനം ഉണ്ടായി. കാരണം സന്ദർശകർക്ക് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാർഡ് ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ക്രയവിക്രയം നടത്തുന്നതിനും മറ്റ് പിന്നെ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പ്രയോജനപ്പെടും. ഇതെന്ന് പറഞ്ഞാൽ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് ഈസിയാക്കി എന്നുള്ളതാണ്. അപ്പൊ രൂപ നമ്മുടെ ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പീസ്, രൂപയുടെ ഇന്റർനാഷണലൈസേഷന്റെ ഒരു ഭാഗമാണത്. അങ്ങനെ തന്നെ നമുക്ക് ഡോളറൈസേഷന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾക്കാണ്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് ഇവിടെ നിന്ന് വരുന്ന പ്രവാസികൾ ഇന്ത്യയിൽ ചെന്ന ശേഷം അവർക്ക് കാർഡ് ഉപയോഗിക്കാം. ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് UAE അതുപോലെ തന്നെ UAE രാജ്യക്കാർക്ക് ഇന്ത്യയിലും ഈ കാർഡുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന നമ്മുടെ UPI സിസ്റ്റം ഇവിടെ നേരത്തെ തന്നെ 18 രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ഈസിയായി, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റുകൾ വളരെ കുറയാൻ പോവുകയാണ്. എക്സ്ചേഞ്ച് അതായത് ഓൾമോസ്റ്റ് വളരെ ഈസി ആയിട്ട് തന്നെ സീംലെസ് പേയ്മെന്റ്സ് ഇവിടെ സൗകര്യപ്പെടും. ഇത് പറയാം ബിസിനസ്സുകൾക്കും പ്രവാസികൾക്കും പ്രയോജനപ്പെടും. ഇത് മാത്രമല്ല, മറ്റ് ഒരു പ്രധാന കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസം 8 പേരെ മുൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്രവാസികൾ ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധാരണകളുടെ പുറത്ത്, ചിലപ്പോൾ മറ്റു പല കാരണങ്ങളുടെയൊക്കെ പുറത്ത് അവിടെ തടവ് ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ മറ്റു അത്തരം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നൊരു സാഹചര്യമൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ 8 ഇന്ത്യൻ നാവികരെ വിട്ടയക്കാൻ അമീറിൻ്റെ ഒരു ഉത്തരവ് പുറത്തു വന്നത് രാജ്യം കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. അപ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യ ഒരു ശക്തി സമ്പന്നമായ രാജ്യമാകുന്നു എന്ന പ്രതീതി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതുപോലെ തന്നെ
Yes. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള വളരെ വളരെ സുദൃഢമായ ഈ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ സാധാരണ ഇങ്ങനെയുള്ള കേസുകൾ അവരെ കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചിട്ട് അവര് പിന്നെ വിധി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഇടപാട് കാരണം, പ്രൈം മിനിസ്റ്ററിന്റെ നേരിട്ടുള്ളതായ ഇടപെടൽ കാരണമാണ് അവരെ ഇവിടെ വിട്ടയച്ചതും. അവരെ ഇന്നലെ വിട്ടയച്ചു. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഖത്തർ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് മടങ്ങുക. അതെ, അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ്. മാത്രമല്ല ഇതിൽ പ്രധാനമന്ത്രി ഇപ്പൊ ട്വിറ്ററിൽ കുറിച്ച കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉഭയകക്ഷി ചർച്ചയിലും അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ബ്രദർ എന്നാണ്. ഇമ്മൻസ്ലി ഗ്രേറ്റ്ഫുൾ ടു മൈ ബ്രദർ എന്ന് അദ്ദേഹം ട്വിറ്ററിലും കുറിച്ചിരിക്കുന്നു. ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ സയ്യിദ് ഫോർ ടേക്കിംഗ് ടൈം ടു റിസീവ് മീ അറ്റ് അബുദാബി എയർപോർട്ട് എന്നൊക്കെ വിവരിച്ചുകൊണ്ട് അദ്ദേഹം എയർപോർട്ടിൽ എത്തുന്നതിൻ്റെയും അതുപോലെ അവർ പരസ്പരം കണ്ടുമുട്ടുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നു. ഐ ലുക്ക് ഫോർവേഡ് ടു എ പ്രൊഡക്റ്റീവ് വിസിറ്റ് വിച്ച് വിൽ ഫർദർ സ്ട്രെങ്തൻ ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നരേന്ദ്രമോദിയുമായിട്ടുള്ള ഈ ഊഷ്മളമായ ബന്ധം യഥാർത്ഥത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ളതായ വ്യാപാര ബന്ധം കൂടെ വർദ്ധിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുന്നതാണ്. നമുക്കൊരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ വ്യാപാരം വർദ്ധിപ്പിക്കുന്നു, ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ വർദ്ധിപ്പിക്കുന്നു, കൂടുതൽ വ്യവസായങ്ങൾ ഇവിടെയും അവിടെയും തുടങ്ങാനായിട്ട് ഉപകരിക്കുന്നു. നേരത്തെ തന്നെ അബുദാബി 75 ബില്യൺ ഡോളറാണ് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ നിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ഇത് നമ്മുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഒരു കാര്യം, നമുക്ക് കൾച്ചറലായിട്ടുള്ള ഒരു അഫയേഴ്സിന്റെ കാര്യം. ഈ BAPS അല്ലെങ്കിൽ ബാബ്സ് ഈ ക്ഷേത്രം ഹിന്ദു ടെമ്പിളിന് വേണ്ടിയിട്ട് 27 ഏക്കറാണ് സൗജന്യമായിട്ട് ഇന്ത്യക്ക് നൽകിയെന്ന് പറയുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത്. അതെ, അത് ഒരുപക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് വലിയ വിശ്വാസമാണ്. അത്തരം സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം പോകുന്നത് നമ്മുടെ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ക്ഷേത്രം കാണാനും സന്ദർശിക്കാനും ഒക്കെയുള്ള താല്പര്യം ഇന്ത്യക്കാരിൽ പലരിലും ഉണ്ടാകും. ടൂറിസം മേഖലയിലേക്കും വലിയ സ്വാധീനം ഇത് ചെലുത്തുമെന്ന് കരുതേണ്ട. സ്പിരിച്വൽ ടൂറിസം എന്നത് നമ്മൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രധാന മേഖല കൂടിയാണ്. അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും ആളുകളിലേക്ക് യാത്രക്കാരും സഞ്ചാരികളും ഒക്കെ വരാനുള്ള വാതായനങ്ങൾ തുറന്നു വയ്ക്കും. അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഇന്ന് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നാളെ തന്നെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 890 കോടി രൂപ ചെലവിലാണ് ഈ ക്ഷേത്രം പണികഴിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിലെ UAE ഗവൺമെന്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 27 ഏക്കർ സ്ഥലമാണ് സൗജന്യമായിട്ട് നൽകിയിരിക്കുന്നത്. അവിടെ മറ്റേത് ഹിന്ദു ക്ഷേത്രത്തെ പോലെ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, സീത, അതുപോലെ തന്നെ ഗണപതി, സുബ്രഹ്മണ്യൻ അയ്യപ്പൻ മുതലായ വിഗ്രഹങ്ങളാണ് അവിടെ, ആ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ്. രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വീണ്ടും വീണ്ടും സുദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യയിലെ മറ്റു പുണ്യ സങ്കേതങ്ങൾ പോകുന്നത് പോലെ തന്നെ ഇവിടെ ഒരുതരം ഹെറിറ്റേജ് ടൂറിസവും അതോടൊപ്പം തന്നെ പിൽഗ്രിമേജ് ടൂറിസവും വളരെയധികം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഇവിടത്തേക്ക്. ശ്രീ ഭാസ്കർ, അവിടുത്തെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു ചെറിയ